Now, look at the condition of India during British rule. When Gandhiji came back from South Africa. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചെത്തിയ സമയത്ത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ അവസ്ഥയാണ് നോക്കാൻ പറഞ്ഞത്. നോക്കാം, നമുക്ക് ഈ കൊളാഷുകൾ, താഴെയുള്ള കൊളാഷുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിസൻസ് ആൻഡ് വ്യൂവേഴ്സ് സ്റ്റാർവിങ്. കരകൗശല തൊഴിലാളികളും നെയ്ത്തുകാരും പട്ടിണിയിലായി. ടാക്സ് ഇൻക്രീസ്ഡ്, ന്യൂ ടാക്സസ് ഇൻട്രൊഡ്യൂസ്ഡ്. നികുതികൾ വർദ്ധിപ്പിച്ചു, പുതിയ നികുതികൾ ഏർപ്പെടുത്തി. സ്റ്റുഡൻസ് പണിഷ്ഡ് ഫോർ സിംഗിങ് പാട്രിയോട്ടിക് സോങ്. ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതിന് കുട്ടികളെ ശിക്ഷിച്ചു. പീസൻസ് ലിവ് ഇൻ മിസറി. കർഷകരുടെ ജീവിതം ദുരിതപൂർണമായി. എഡിറ്റർ ഹാങ്ഡ് ഓൺ എ റോഡ് സൈഡ് ട്രീ ഫോർ പബ്ലിഷിംഗ് പാട്രിയോട്ടിക് സോങ്. ദേശഭക്തി ഗാനം പ്രസിദ്ധീകരിച്ചതിന് പത്രാധിപനെ വഴിയോരത്ത് മരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് കൊന്നു. ഡിഡ് യു എക്സാമിൻ ദി കോളേജ്? ഈ കൊള്ളാഷുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ കൊള്ളാഷുകളിലൊക്കെ എങ്ങനെയാണ് അന്നത്തെ ജീവിതം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ദേശഭക്തി ഗാനം ആലപിക്കാനുള്ള ഒരു അവകാശം, അതിനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നമുക്കില്ലായിരുന്നു. കർഷകരും നെയ്ത്തുകാരും എല്ലാവരും ദുരിതത്തിലായി. ടാക്സുകളൊക്കെ വർദ്ധിപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കൊള്ളാഷുകളിൽ നിന്ന് മനസ്സിലാവും. ഇനി നോക്കൂ. ദ ബ്രിട്ടീഷ് റൂൾഡ് ഇന്ത്യ ത്രീറ്റനിങ് ആൻഡ് കില്ലിങ് ദ ഇന്ത്യൻസ്. ഇന്ത്യക്കാരെ കൊന്നും കൊല്ലിച്ചും അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. വി വേർ ഫോഴ്സ്ഡ് ടു ഒബേ ഓൾ ദെയർ റൂൾസ്. നമ്മൾ അവരുടെ ഏത് നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ നിർബന്ധിതരായി. ഗാന്ധിജി എക്സോർട്ടഡ് ദ പീപ്പിൾ ടു സ്റ്റാൻഡ് യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ദ ഹറാസ്മെൻറ്റ് ആൻഡ് ഇൻജസ്റ്റിസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂളേഴ്സ്. ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ അണിചേരാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഹി ഡിവൈസ്ഡ് ന്യൂ മീൻസ് ഓഫ് പ്രൊട്ടസ്റ്റ് ലൈക്ക് സത്യാഗ്രഹ ഫോർ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ട് അദ്ദേഹം സത്യാഗ്രഹം പോലുള്ള പുതിയ സമരരീതികൾ സ്വീകരിച്ചു. അവരോട് പോരാടാൻ പുതിയ സമരരീതികൾ ഗാന്ധിജി സ്വീകരിച്ചു. ഗാന്ധിജീസ് സിമ്പിൾ വേ ഓഫ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതം, പ്ലീസിങ് സ്പീച്ച്, ഹൃദ്യമായ സംസാരം. ദിസ് വാസ് എനഫ് ഫോർ ഹിം ടു ക്യാപ്ചർ ദ മൈൻഡ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള സംസാരങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ജീവിതമൊക്കെ സാധാരണക്കാരൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരിടം നേടാൻ അത് ധാരാളമായിരുന്നു. പീപ്പിൾ സപ്പോർട്ടഡ് ഹിം വിത്ത് ഗ്രേറ്റ് ഇന്തൂസിയാസം. ജനങ്ങൾ വൻതോതിൽ ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരന്നു, അദ്ദേഹത്തെ പിന്തുണച്ചു, സപ്പോർട്ട് ചെയ്തു. ദിസ് മാസ് സപ്പോർട്ട് റൈസ്ഡ് ഹിം ടു ദ ലീഡർഷിപ്പ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ വൻതോതിലുള്ള ജനങ്ങളുടെ പിന്തുണയാണ് അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിലേക്ക് ഉയർത്തിയത്. കോൺസിക്വൻ്റ്ലി ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ബിക്കെയിം എ കോൺസ്ട്രക്റ്റീവ് മാസ് മൂവ്മെൻറ്റ് റൂട്ടഡ് ഇൻ നോൺ വയലൻസ്. തുടർന്ന് നിർമ്മാണപരവും അഹിംസയിൽ അടിയുറച്ചതുമായ ബഹുജന സമരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാറി. ഇനി ഗാന്ധിജി സ്വീകരിച്ച സത്യാഗ്രഹ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായി സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ? സത്യാഗ്രഹ മീൻസ് ഹോൾഡിംഗ് ഓൺ ടു ട്രൂത്ത്. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നതാണ് അർത്ഥം. നെവർ ആക്സെപ്റ്റ് എനിത്തിങ് എവിൾ. അതായത് തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കരുത്. ഒപ്പോസിറ്റ്, അതിനെ എതിർക്കുകയും വേണം. ഹവവർ do not use violence while opposing, never give up non-violence. ഇങ്ങനെ എതിർക്കുമ്പോഴും നമ്മൾ അക്രമങ്ങളൊന്നും കാട്ടരുത്, വയലൻസ് ഒന്നും കാണിക്കരുത്. അപ്പോഴും നമ്മൾ എന്ത് കീപ്പ് ചെയ്യണം? നോൺ വയലൻസ്. നമ്മൾ നമ്മുടെ അഹിംസ കൈവെടിയരുത്. അക്രമങ്ങളില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തെറ്റുകളെയൊക്കെ എതിർക്കണം എന്നാണ്
ഗാന്ധിജിയുടെ ഈ സത്യാഗ്രഹം എന്നുള്ളത് കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് സത്യം മാത്രം മുറുകെ പിടിച്ച് തെറ്റുകളെയൊക്കെ എന്ത് ചെയ്യുക, എതിർക്കുക. ഇതായിരുന്നു ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്ന നയം. താഴെയുള്ളത് നോക്കാം. ദ ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ പിസൻസ്. ആദ്യ സമരം കർഷകർക്കായി. ഗാന്ധിജി നടത്തിയ ആദ്യ സമരത്തെക്കുറിച്ചാണ്. അത് കർഷകർക്ക് വേണ്ടിയുള്ള ഒരു സമരമായിരുന്നു. അതിനെക്കുറിച്ച് നോക്കാം. ദ പിസൻസ് ഓഫ് ചമ്പാരൻ വില്ലേജ് ഇൻ ബീഹാർ വർ ഇൻ ഗ്രേറ്റ് മൈസറി. ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ കർഷകർ വലിയ കഷ്ടപ്പാടിലായിരുന്നു. They were forced to cultivate indigo in most of their fields and sell it at a rate fixed by British landowners. അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ കുറേ ഭാഗം നീലം കൃഷി ചെയ്യാനും ബ്രിട്ടീഷുകാരായ തോട്ടമുടമകൾ നിശ്ചയിക്കുന്ന വിലക്ക് അവ വിൽക്കാനും കൃഷിക്കാർ നിർബന്ധിതരായി. ലേറ്റർ ദിസ് ബ്രിട്ടീഷ് ലാൻഡ് ഉടമകളെ ലെവീഡ് എക്സസ് ടാക്സസ് ടു. അവരെന്ത് ചെയ്തു? കൂടുതൽ നികുതികൾ ചുമത്തി. ദസ് ആഫ്റ്റർ ഈച്ച് ഹാർവെസ്റ്റ് ദ ഫാർമേഴ്സ് ബിക്കം മോർ ആൻഡ് മോർ ഡെപ്റ്റ് റിഡൺ. ഇതെന്തുണ്ടാക്കി? അവരിൽ നിന്നും അധിക നികുതി ഈടാക്കിയത് വിളവെടുപ്പ് കഴിയുന്തോറും കൃഷിക്കാരെന്തായി? കടത്തിൽ മുങ്ങിത്താന്നു. ഡെപ്റ്റ് റിബൺ എന്ന് പറഞ്ഞാൽ അവരെന്തായി? കൂടുതൽ കടത്തിലായി. ഡെപ്റ്റ് റിഡൺ അവർ കൂടുതൽ കടത്തിലായി. ഹിയറിംഗ് എബൌട്ട് ദർ ഹാർഡ്ഷിപ്പ്, ഗാന്ധിജി ഹിസ് ഫോളോവേഴ്സ് റീച്ച്ഡ് ചമ്പാരൻ. Then Gandhiji led a satyagraha struggle against the British and set the peasants free from misery. Hearing about their hardship, ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഇതൊക്കെ കഥകളൊക്കെ ആര് കേട്ടു? ഗാന്ധിജി കേട്ടു. അങ്ങനെ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ അനുയായികളും ചമ്പാരനിൽ എത്തിച്ചേർന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരങ്ങൾ അവിടെ ആരംഭിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ആൻഡ് സെറ്റ് ദ പീസൻസ് ഫ്രീ ഫ്രം മിസറി. അങ്ങനെ അവിടുത്തെ കർഷകരെ ആ ദുരിതത്തിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു? മോചിപ്പിച്ചു. സത്യാഗ്രഹ സമരങ്ങളിലൂടെ കർഷകരെ അവിടുത്തെ ദുരിതങ്ങളിൽ നിന്നും അദ്ദേഹം മോചിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ പേജിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അതായത് ഗാന്ധിജിയെക്കുറിച്ചും അദ്ദേഹം നടത്തിയ ആദ്യ ചമ്പാരൻ സമരത്തെക്കുറിച്ചുമാണ് ഈ പറഞ്ഞത്.